Hello all, Set Botany Unit 5 നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. So the question is, which theory suggests that biodiversity is influenced by the rate of immigration and rate of extinction in a given area? ഏത് തിയറിയാണ് ബയോഡൈവേഴ്സിറ്റി ഇമിഗ്രേഷൻ റേറ്റിനെയും എക്സ്റ്റൻഷൻ റേറ്റിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നത്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഡിസ്റ്റർബൻസ് ഹൈപ്പോത്തസിസ്, second one is biotic interaction model, and third one is ecological succession hypothesis, and last one is island biogeography theory. So the correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഐലൻഡ് ബയോജിയോഗ്രഫി തിയറി ആണ്. സോ ഐലൻഡ് ബയോജിയോഗ്രഫി തിയറി എന്താണ് പറയുന്നത്? ഒരു ഒറ്റപ്പെട്ട ഹാബിറ്റാറ്റിലുള്ള സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻ ആയിട്ട് രണ്ട് ഫാക്ടേഴ്സിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഇമിഗ്രേഷൻ റേറ്റ്, അതായത് ആ ഐലൻഡിലേക്ക് പുതിയതായിട്ട് വരുന്ന സ്പീഷീസുകളുടെ റേറ്റ്, അതുപോലെ തന്നെ നിലവിലുള്ള സ്പീഷീസുകളുടെ ഇല്ലാതാകുന്ന റേറ്റ്, അതായത് എക്സ്റ്റൻഷൻ. അപ്പൊ ഇതിനെ രണ്ടിനെയും ആയിരിക്കും മെയിൻ ആയിട്ട് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഐലൻഡ് ബയോജിയോഗ്രഫി തിയറിയാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നമുക്കൊന്ന് നോക്കാം. സോ ഇന്റർമീഡിയറ്റ് ഡിസ്റ്റർബൻസ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഡിസ്റ്റർബൻസും ബയോഡൈവേഴ്സിറ്റിയും തമ്മിലുള്ള ബന്ധമാണ്. ഡിസ്റ്റർബൻസ് മീൻസ് ഫ്ലഡ്, ഫയർ, അതുപോലെയുള്ളവയും ബയോഡൈവേഴ്സിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. അതേപോലെ ബയോട്ടിക് ഇന്ററാക്ഷൻ മോഡൽ പറയുന്നത് ബയോളജിക്കൽ ഇന്ററാക്ഷൻസ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ, പ്രിഡേഷൻ, മ്യൂച്വലിസത്തെ കുറിച്ചാണ്. ആൻഡ് എക്കോളജിക്കൽ സക്സഷൻ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് സക്സഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് ആണ്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഐലൻഡ് ബയോജിയോഗ്രഫിക് തിയറിയാണ്.